ചൂണ്ടിക്കാണിച്ചില്ല, നയവ്യതിയാനം ചൂണ്ടിക്കാണിക്കുകയായിരുന്നു. ഏത് നയവ്യതിയാനം? അഴിമതി, സ്വജനപക്ഷപാതം. അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ കേട്ടിരുന്നു, ടി വിയിൽ നമ്മൾ കണ്ടില്ലേ? എന്ത് സ്വജനപക്ഷപാത അഴിമതിയാ അദ്ദേഹം പറഞ്ഞു? അദ്ദേഹം കാറൽ മാർക്സിനെ, ഏംഗൽസിനെ, ഹോജിമിനെ, പിന്നെ മാവോ സേത്തുങ്ങിനെ, അവരൊക്കെ മരണം വരെ അധികാരസ്ഥാനങ്ങൾ തുറന്നതാണ് എന്നതുകൊണ്ട് ഞാനും അധികാരത്തിൽ മരണം വരെ തുടരേണ്ട ഒരാളാണ് എന്നും എനിക്ക് അവസരം തരാതിരിക്കുന്നു എന്നും അയാളെ അദ്ദേഹത്തിന്റെ മെയിൻ പ്രശ്നം എന്താ? അത് തെറ്റായി കണക്കുവാക്കുന്നു. അല്ലെ, അദ്ദേഹം മരണം വരെ എനിക്ക് അധികാരം വേണമെന്നൊന്നും അതല്ലേ പറഞ്ഞത്? അതങ്ങനെയല്ലേ പറയാ? മരണം വരെ എനിക്ക് അധികാരം വേണം എന്ന് പറയുന്നത് മറ്റൊരു ഭാഷയിൽ പറയുന്നതാണ്. മാവോ സേത്തുങ്ങിന് മരണം വരെ അധികാരം ഉണ്ടായിരുന്നു, ഗോജിമിന് മരണം വരെ അധികാരം ഉണ്ടായിരുന്നു, ലെനിൻ മരിച്ചപ്പോഴും ആ സ്ഥാനത്തായിരുന്നു. അങ്ങനെ ഓരോരുത്തർ മരണം വരെ ഉണ്ടായിരുന്നു. പിണറായി വിജയൻ 8 തവണ മത്സരിച്ചിരിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എനിക്കും അത് കിട്ടിയേക്കണം എന്നാണ്. അത് കിട്ടുന്നില്ല, കിട്ടാത്തതുകൊണ്ട് ഞാൻ പോകുന്നു. അതൊക്കെ വേഗം മനസ്സിലാവും വായിച്ച് കേൾക്കുമ്പോൾ തന്നെ. കണ്ണൂരിലുണ്ടായതോ? കണ്ണൂരിൽ അങ്ങനെയല്ല. കണ്ണൂരിൽ പാർട്ടി നടത്തിയ ഒരു അഴിമതിയുടെ കാര്യമാണ് പുറത്തു കൊണ്ടുവന്നത്, പാർട്ടിക്കാർക്കിടയിൽ തന്നെ. അത് പക്ഷേ അങ്ങനെയുള്ള വ്യക്തികളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അവരെ മാറ്റി നിർത്തുമ്പോൾ ഇടത് ബദൽ ഉണ്ടാകരുത് എന്നുള്ള ഒരു ആശയം കൂടി അതിനകത്തുണ്ട്. പാർട്ടി അഴിമതിക്ക് കൂട്ടു നിൽക്കില്ല, അതിൽ യാതൊരു സംശയവുമില്ല. കാരണം അത് അക്കാര്യത്തിൽ ഞങ്ങൾ വളരെ ശ്രദ്ധാപൂർവമായ നിലപാടെടുക്കുക. അഴിമതി നടത്തിയ ഒരാളെ സംരക്ഷിക്കേണ്ട കാര്യം CPM ഇല്ല, നമ്മൾ ചെയ്യാറുമില്ല. അപ്പം അത് ക്ലിയറാണ് അവിടെ. ഇപ്പോൾ ഈ പറഞ്ഞ വ്യക്തിക്ക് പിന്നെ വേണ്ടത്ര പാർട്ടിയെക്കുറിച്ച് അറിവില്ലായ്മയുണ്ട്. ഇത്രയും വർഷം പാർട്ടിയിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ? ഇത്രയും വർഷമില്ല. അയാൾ പാർട്ടിയിൽ മുഴുവൻ സമയ പ്രവർത്തകനല്ല. അദ്ദേഹം റിട്ടയറൊക്കെ ചെയ്തിട്ടാണ് പാർട്ടി പ്രവർത്തനത്തിൽ കാര്യമായിട്ട് ഇറങ്ങുന്നത്. മറ്റേ ജോലിക്കാരനല്ലേ. രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ ജോലി ചെയ്യുന്ന ആളാണ്, 58-ാം വയസ്സ് വരെ. അതിനുശേഷമാണ് അദ്ദേഹം പാർട്ടിയിൽ കൂടുതൽ സജീവമുണ്ട്. ആ എക്സ്പീരിയൻസും ഒരു പാർട്ടി ഓൾ ടൈമറുടെ എക്സ്പീരിയൻസും രണ്ടാണ്. പാർട്ടിയോടുള്ള വൈകാരിക ഭാവം രണ്ടാണ്. പക്ഷെ പാർട്ടിയിലെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ അതൊരു, എന്നിട്ട് ഈ രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കുമോ? പാർട്ടിയിലെ കാര്യങ്ങൾ അറിയാത്ത ഒരാളാണ്. അതുപോലെ തന്നെ പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യയെ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ അതിലെതിർപ്പ് പറയുമ്പോൾ അയാളും വർഗവഞ്ചകൻ എന്ന രീതിയിൽ വ്യാഖ്യാനിക്കുക? അല്ല, പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യയല്ല ഞങ്ങൾ സ്ഥാനാർത്ഥിയാക്കിയത്. ഞങ്ങളുടെ മഹിളാ അസോസിയേഷൻ്റെ ജില്ലാ സെക്രട്ടറിയാണ്. മനസ്സിലായോ? സാന്ദർഭികമായി അവർ പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യയായി. അവർ പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യയാവുന്നതിന് മുമ്പ് SFIയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. ഞാനുണ്ടായിരുന്ന കമ്മിറ്റിയിൽ. അപ്പോൾ അവർ പിന്നെ കല്യാണം കഴിച്ചിട്ടില്ല. അവർ SFIയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്നു ഞാനൊക്കെ പഠിക്കുമ്പോൾ. എൻ്റെ കൂടെ SFI സംസ്ഥാന കമ്മിറ്റി ഉണ്ടായിരുന്നു. പിന്നീട് അവർ പിന്നെ വിവാഹം കഴിച്ചു, അധ്യാപികയായിട്ട് കുറച്ചെല്ലാം ജോലി ചെയ്തു. മഹിളാ അസോസിയേഷൻ്റെ പിന്നെ ജില്ലാ സെക്രട്ടറി ആയിട്ട് ഒരുപാട് കാലം നല്ല നിലയിൽ പ്രവർത്തിക്കുകയാണ്. അപ്പോൾ അവരുടെ വ്യക്തിത്വമുണ്ട്. അത് ഒരാളുടെ ഭാര്യ എന്നുള്ള വ്യക്തിത്വമല്ല. അവർക്ക് അങ്ങനെ ഉണ്ടാവില്ല, ഒരു വ്യക്തിത്വം ഉണ്ടാവില്ല, അങ്ങനെ നിൽക്കില്ല. പാർട്ടി സെക്രട്ടറി ഇപ്പോൾ നമ്മുടെ ശ്രീകണ്ഠൻ്റെ ഭാര്യ മത്സരിക്കില്ലേ? അത് ആരും പറയുന്നില്ല. ഏത് നമ്മുടെ ഒരു കോൺഗ്രസ് നേതാവിൻ്റെ ഭാര്യ ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹം MP ആണ്. ഇവർ MLA സ്ഥാനത്തേക്ക് മത്സരിക്കുന്നു. ഒരാളും പോയിട്ട് ഒരു ഭാര്യനെ നിർത്തി കോൺഗ്രസ് നേതാവെന്ന് കേരളത്തിൻ്റെ ഒരു മാധ്യമം ഇതുവരെ ഒരു പെട്ടിക്കോളത്തിലൊരു വാർത്ത അങ്ങനെ കൊടുത്ത് ഞാൻ കാണുന്നില്ല. അപ്പോൾ അതൊക്കെ ഓരോ താല്പര്യത്തിനനുസരിച്ചാണ് വാർത്തകളെ നമ്മൾ എക്സാജറേറ്റ് ചെയ്യുക, വലുതാക്കാൻ കഴിയും, വാർത്തകളെ ചെറുതാക്കാനും കഴിയും. ഇവിടെ പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യ എന്ന പരിഗണനയിലല്ല അവർ സ്ഥാനാർത്ഥി വന്നത്. സാധാരണ എല്ലാ ജില്ലയിലും നമ്മൾ ഒരു മഹിളാ സ്ഥാനാർത്ഥിയെ നിർത്താറുണ്ട്. ഒന്നിലധികം നമ്മൾ ഒരു ഏറ്റവും ചുരുങ്ങിയത് ഒരാൾ, ഇപ്പോൾ 2 ആളെ മത്സരിക്കേണ്ടത്, ചുരുങ്ങിയത് ഒരാളെ നിർത്തണം. അപ്പോൾ അവിടെ മഹിളാ അസോസിയേഷൻ്റെ, അവിടുത്തെ ജില്ലയിലെ മഹിളാ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ അവിടുത്തെ മഹിളാ നേതാക്കളിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ്. അവിടെ തന്നെ മഹിളാ നേതാക്കന്മാരുണ്ടായിരുന്നു. സീമ ടീച്ചറുണ്ട്, അവർ ദീർഘകാലം MLA മന്ത്രിയൊക്കെ ആയിട്ടുണ്ട്. വേറെ മഹിളാ നേതാവുണ്ട് ഷൈല ടീച്ചർ, അവരും ദീർഘകാലം MLA മന്ത്രിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ മഹിളാ അസോസിയേഷൻ്റെ മുൻ ജില്ലാ സെക്രട്ടറിമാർ ഒന്ന് സീമ ടീച്ചറാണ്, ഒന്ന് ഷൈല ടീച്ചറാണ്. ഇവരൊക്കെ MLA-മാരായിരുന്നവരാണ്. അങ്ങനെ മഹിളാ അസോസിയേഷൻ്റെ ജില്ലാ സെക്രട്ടറിമാർ നേരത്തെയും MLA-മാരായിട്ടുള്ള ജില്ലയിൽ ഇപ്പോഴത്തെ മഹിളാ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി MLA ആവുന്നു എന്നതാണ് വസ്തുത. അതിനെ മാധ്യമങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത പാവം ME ഗോവിന്ദൻ മാഷെ തലയിലേക്ക് കെട്ടിവെച്ച് ഞങ്ങളെ പാർട്ടി ഒന്ന് മോശമാക്കാൻ ഇതൊന്നും വലതുപക്ഷ വ്യതിയാനം എന്ന് പറയാം. കാരണം താങ്കൾ തന്നെ ചോദിച്ചുവല്ലോ, ഇപ്പോൾ ശ്രീകണ്ഠന്റെ ഭാര്യയാണല്ലോ തുളസി, അവരെ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന്. അതായത് കോൺഗ്രസ് കാണിക്കുന്നത് CPM-നും കാണിക്കാമെന്നുള്ളത് എന്നല്ല. നിങ്ങളുടെ മാധ്യമങ്ങളുടെ ഈ കാഴ്ച ഉണ്ട്. ആ കാഴ്ചയ്ക്ക് നല്ലൊരു മലയാള വാക്ക് ഞാൻ വിട്ടുപോയി ചെയ്യുന്നു. ഈ എങ്ങനെയാണ് ഈ ദോഷയുഗ ദൃക്ക് കൃത്യതയിൽ പ്രയോഗിക്കുക, അതിനൊരു നല്ല മലയാളം വീടുണ്ട് ആ നോട്ടത്തിന്. അപ്പോൾ അതിപ്പോൾ ഞാൻ മറന്നു ഇരിക്കുക സത്യത്തിൽ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ
CPM വിരുദ്ധത, ഞങ്ങളുടെ പാർട്ടി മോശമാണെന്ന് സ്ഥാപിക്കൽ, അത് സ്വാഭാവികമായിട്ടും ഇടതുപക്ഷ വിരുദ്ധ മാധ്യമങ്ങളുടെ ഒരു പ്രചരണ ശൈലിയാണ്. എല്ലാ മാധ്യമങ്ങളും അങ്ങനെ ചെയ്യുന്നില്ല. ഒരു ഇടതുപക്ഷ വിരുദ്ധ മാധ്യമം CPMന്റെ എല്ലാ പ്രവൃത്തിനെയും മോശമാക്കി കാണിക്കാൻ ശ്രമിക്കും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.